പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എന്തോ ശത്രുക്കളാണ്, സംസ്ഥാന ശത്രുക്കളാണ് എന്നാണ് നിങ്ങളുടെ നിലപാട്. അത് അങ്ങനെയല്ല. ജനാധിപത്യത്തിൽ അനിവാര്യമായ ഒരു ഘടകമാണ് പ്രതിപക്ഷം. അതിന് കോടതി പറഞ്ഞാലും ആര് പറഞ്ഞാലും ജനാധിപത്യത്തിൽ പ്രതിപക്ഷം അനിവാര്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇല്ല, ഞാൻ ചർച്ചയിൽ തുടരില്ല. അല്ലല്ല, ഇത് മര്യാദകേട്. എന്റെ ഓരോ മറുപടിക്കും ഇത്തരത്തിൽ ഇടപെട്ട് ജനങ്ങൾ കേൾക്കരുത് എന്ന് ധരിക്കുന്നത് നിങ്ങൾ പറഞ്ഞു തടസ്സപ്പെടുന്നില്ല പറയാനുള്ളത് പറയാം. പക്ഷേ ഈ പറയുന്ന ജനാധിപത്യ വിരുദ്ധത അത് ചോദ്യം ചെയ്യപ്പെടും. ജനാധിപത്യ വിരുദ്ധതയായതുകൊണ്ടാണ്. എന്താ അജിംസിന് ഇത്ര പൊള്ളൽ? എനിക്ക് പൊള്ളുന്നില്ല. നിങ്ങൾ ജനാധിപത്യത്തെ അറ്റാക്ക് ചെയ്യുന്നത്, നിങ്ങൾ പ്രതിപക്ഷം അനാവശ്യ അവസരങ്ങൾ എടുത്ത് സർക്കാരിനെ വിമർശിക്കുന്നു എന്ന് പറയുമ്പോൾ അതെന്തോ പ്രശ്നമാണെന്ന് പറയുന്നത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്ന വാദമാണ്. അല്ല, കേരളത്തിന്റെ ഹൈക്കോടതി അങ്ങനെ പറഞ്ഞില്ലേ? അതല്ലേ പറഞ്ഞത്. സുപ്രീം കോടതി രാഹുൽ ഗാന്ധിയെ പറ്റി പറഞ്ഞെന്താ? നിങ്ങൾക്ക് രാജ്യസ്നേഹമില്ല എന്നാണ്. ഏത് കാര്യത്തിൽ കോട്ട് ചെയ്യുമ്പോൾ താങ്കൾക്ക് എന്തിനാ അത്ര ബുദ്ധിമുട്ട്? ഞാൻ സുപ്രീം കോടതിയെ കോട്ട് ചെയ്യുന്നു. കോൺഗ്രസിന്റെ അത് കോൺഗ്രസിനല്ല. നാളെ നിങ്ങളാണ് പ്രതിപക്ഷത്തിലെങ്കിലും ഈ നിലപാടായിരിക്കും. നാളെ നിങ്ങൾ പ്രതിപക്ഷത്ത് വന്നാലും നിങ്ങൾക്ക് സർക്കാരിനെ വിമർശിക്കാനുള്ള നിങ്ങളുടെ അധികാരത്തെ പിന്തുണച്ചിരിക്കും. അതാണ് ജനാധിപത്യം. അല്ല അജിംസെ, ആ നിലപാടൊന്നും അജിംസിന്റെ നിലപാട് കയ്യിലിരുന്നാൽ മതി. രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറഞ്ഞാൽ അത് പ്രതിപക്ഷ നേതാവിന് മാത്രം പോരാ, അല്ല മുഖ്യമന്ത്രിക്ക് മാത്രം പോരാ, അത് പ്രതിപക്ഷ നേതാവിന് കൂടി വേണം. അതുകൊണ്ട് ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യണമെന്ന് ഈ കേരളത്തിൽ, ഈ രാജ്യത്ത് ഏതെങ്കിലും കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട VD സതീശനെതിരെയാ. എന്തിയെ ഞാൻ അതിന്റെ ജഡ്ജ്മെന്റ് അയച്ചു തന്നോ? ഇത്തരത്തിലുള്ള സാഹചര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ രാഹുൽ ഗാന്ധിയോട് ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് നിങ്ങൾ അഫിഡവിറ്റ് ഒപ്പിട്ട് തരൂ, വിമർശനം ഉന്നയിക്കാതെ. ഇതെന്ത് ജനാധിപത്യമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഭരണകൂടത്തെ വിമർശിക്കുന്നവർ അഫിഡവിറ്റ് ഒപ്പിട്ട് കൊടുത്ത് വിമർശിക്കണം. ഇതാണോ ജനാധിപത്യം? ഇതാണ് എന്റെ ചോദ്യം. സംശയമാണ്. അല്ല, എന്തും അധാർമികമായ കാര്യങ്ങൾ, അസത്യമാണെന്ന് പൂർണ്ണമായ ബോധ്യമുണ്ടെങ്കിലും അത് ഭരണപക്ഷത്തെ എതിർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വടിയാക്കി മാറ്റുമ്പോൾ അത് പ്രതിപക്ഷത്തിന്റെ കടമയല്ല മിസ്റ്റർ. അത് നിങ്ങൾ മാധ്യമങ്ങൾ ഊതി വീർപ്പിച്ച ചില നേതാക്കന്മാരുണ്ട്, അതുപോലെ സോഷ്യൽ മീഡിയ ഊതി വീർപ്പിച്ച ചില നേതാക്കന്മാരുണ്ട്. അവർക്കെതിരെ കോടതി പറയുമ്പോഴും അവർ എത്ര തെറ്റ് ചെയ്താലും ഇപ്പൊ ചൂരൽമല മുണ്ടക്കൈ പിരിച്ച പണം മുഴുവൻ അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നവരുണ്ട്. എന്താ വീട് നിർമ്മിച്ചു കൊടുത്ത് മാതൃകാപരമായി മുന്നോട്ട് പോകുന്നവരുണ്ട്. അപ്പൊ നിങ്ങൾ ചില ആളുകളെ പ്രൊട്ടക്ട് ചെയ്യും. അവർക്കെതിരെ കോടതി പറഞ്ഞാലും ഭരണപക്ഷം പറഞ്ഞാലും ജനാധിപത്യപരമായി ആര് വിമർശനം ഉന്നയിച്ചാലും അവരെല്ലാം മറുപടി പറയുക. നിങ്ങൾ ചില മാധ്യമ പ്രവർത്തകരാ മറുപടി പറയാൻ. അതാണ് ഈ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് പ്രതിപക്ഷത്തെ പ്രതികരിക്കുന്ന അനൂപ് തന്നെ മറുപടി പറയട്ടെ. ഞാൻ ജനാധിപത്യത്തെ വിമർശിക്കുന്നത്, ജനാധിപത്യത്തെ ദുർബലപ്പെടുന്ന കാര്യം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ.